ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഭയങ്കര മഴയാണ് കേട്ടോ. ഇന്നൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് നാളെ സ്കൂളില്ലെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞാൻ വേഗം എൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. ഈവനിങ്ങിലാണ് പോകാൻ കരുതിയത്. അപ്പോൾ ഞാൻ മഴ അപ്പോൾ ഇല്ലെങ്കിൽ വണ്ടിമ്മ പോകാമെന്ന് കരുതി. അപ്പോൾ വണ്ടിയാണെങ്കിൽ നല്ലോണം വൃത്തികേടായിട്ടുണ്ട്, കുറേ ആയി കഴുകിയിട്ട്. അപ്പോൾ ഞാൻ കരുതി മഴത്താണെങ്കിലും വണ്ടി ഒന്ന് വേഗം കഴുകിയെടുക്കാമെന്ന്. എനിക്ക് വലിയ മടിയുള്ളൊരു പണിയാണ് ഇട്ടത്. കുറേ ആയി കഴുകിയിട്ട്. അപ്പോൾ മഴത്ത് കഴുകാൻ പിന്നെ ഈസിയാണല്ലോ. അപ്പോൾ പിന്നെ പെരും മഴത്താണ് ഞാൻ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഞാൻ മഴക്കോട്ടൊക്കെ ഇട്ടിട്ട് വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പം മഴവെള്ളം തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കുന്നത് ബക്കറ്റിലാക്കിയിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് വണ്ടി കഴുകുന്നത്. വലുതായിട്ടൊന്നും ക്ലീൻ ആക്കുന്നില്ല, നല്ലോണം വൃത്തികേടായത് നല്ലോണം കാണുന്ന സ്ഥലത്ത് ഒന്ന് വേഗം കഴുകിയെടുക്കാമെന്ന് കരുതി. ഇങ്ങനെ എവിടേക്കെങ്കിലും പോകാനിറങ്ങുമ്പോഴൊക്കെയാണ് ഞാൻ വണ്ടി കഴുകുക. ആകെ ഒരു ദിവസത്തിനാണ് പോകുന്നതെങ്കിലും എനിക്ക് വീട്ടിൽ കുറച്ച് ഒരുക്കങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ. അതെപ്പോൾ പോവുകയാണെങ്കിലും ഉണ്ടാവും. അപ്പോൾ പിന്നെ പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ ഇത് വേഗം കഴുകിയിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേഗം ഇതൊക്കെ തീർത്തിട്ട് മക്കളെ റെഡിയാക്കിയിട്ട് ഞാനും റെഡിയായിട്ട് മഴ ഇല്ലാത്ത സമയത്ത് വേഗം ഇറങ്ങാമെന്നാണ് കരുതിയത്. അങ്ങനെ പിന്നെ വണ്ടിൻ്റെ കഴുകലൊക്കെ നല്ലോണം കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചില്ലാതെ വൃത്തിയായിട്ടുണ്ട്. പിന്നെ അത് മഴത്തുനിന്ന് കയറ്റി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തപ്പോഴേക്കും 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴും മഴക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ പ്ലാനൊക്കെ മാറ്റാണ് ചെയ്തത്. ഓട്ടോ വിളിച്ചിട്ട് തന്നെ പോവാമെന്ന് കരുതി. എൻ്റെ വീട്ടിലോട്ട് ഒരു 20 കിലോമീറ്ററൊക്കെ പോവാണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മഴ കുറഞ്ഞിട്ട് പോകാൻ നിന്നാലും വഴി വെച്ചിട്ട് മഴ പെയ്യാണെങ്കിൽ നമുക്കൊന്ന് കയറി നിൽക്കേണ്ടി വരും. അപ്പോൾ പിന്നെ കുറേ ടൈം എടുക്കുമെന്ന് കരുതിയിട്ട് പിന്നെ ഓട്ടോക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പിന്നെ വേഗം അകത്ത് കയറിയിട്ട് ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചു. ഒരു ദിവസത്തിനാണെങ്കിലും ഞങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോകാറാണ്. അവിടെ വെച്ച് പോരാറൊന്നുമില്ല, കാരണം എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ പോകാറുള്ളൂ. അപ്പോൾ പിന്നെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം ബസ്സിൽ പോകുന്നത് കേട്ടോ. ആദ്യമൊക്കെ ഞങ്ങൾ ബസ്സിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഏറ്റവും ഇഷ്ടം ബസ് പോകുന്നതാണ്, അവരെപ്പോഴും പറയും. പിന്നെ ഡ്രസ്സുകളൊക്കെ ബാഗിലോട്ട് ആക്കി വെക്കുകയാണ്. അപ്പോൾ ഒക്കെ എടുത്തിട്ട് ഞാൻ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റെഡിയാവലൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ ബാഗിലാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാനും മോളും ഓരോ ബാഗ് എടുത്തിട്ട് അങ്ങനെയാണ് പോവാറ്. ഈ പോകുന്നത് വീട്ടിലുള്ളവരൊന്നും അറിയില്ല കേട്ടോ, കാരണം ഇന്ന് വരുന്നൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. പെട്ടെന്നാണ് നാളെ സ്കൂളില്ലാന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉണ്ടായ പോക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയമായപ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് അവിടെ എത്തിയപ്പോഴേക്കും ഭയങ്കര മഴയായിരുന്നു. പിന്നെ വണ്ടിയിലായതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. വണ്ടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി വരുമ്പോഴേക്ക് വീടൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങാമെന്ന് എഴുതിയിട്ട് വേഗം ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ മോള് അവളുടെ ഉമ്മമാരുടെ ഉപ്പപ്പാൻ്റെ ഒക്കെ പറയാൻ പോയി. അപ്പോഴേക്കും വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് പോന്നു. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളാണ് ഇതൊക്കെ. ഈ വീഡിയോയിൽ വോയിസ് ഓവർ കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ, കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വോയിസ് കൊടുക്കുന്നത്. ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യും വേണം. അപ്പോൾ അതാണ് ഇങ്ങനെ കൊടുക്കുന്നത്. പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ മക്കൾ വണ്ടി വെച്ചിട്ട് നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി.
അപ്പോൾ വീടിൻ്റെ അടുത്ത് വരെ റോഡില്ല, അതുകൊണ്ട് തന്നെ കുറച്ചധികം ഇങ്ങനെ നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ മക്കളൊക്കെ ഇതാ ഓടുകയാണ്. പിന്നെ ഞങ്ങൾ എത്തിയ ഉടൻ തന്നെ ഉമ്മ മക്കൾക്ക് മാങ്ങയൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ മോളത് അവിടെ ഇരുന്നിട്ട് കഴിക്കുകയാണ്. പിന്നെ ആ ടൈം കൊണ്ടും അനിയൻ പോയിട്ട് ചായക്ക് കടിക്കുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയൊക്കെ ആയപ്പോൾ കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുടിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.